പലപ്പോഴും കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് ഞാൻ സംവദിക്കാറുണ്ട്. ആഹ് ആ ഒരു സ്നേഹ സംവാദത്തില്, അതുമല്ലെങ്കിൽ സൗഹൃദ സംഭാഷണങ്ങളിൽ പല രാഷ്ട്രീയ വിഷയങ്ങളും ഉരുത്തിരിഞ്ഞു. അവരൊക്കെ ഒന്നില്ലെങ്കിൽ ഉണ്ടാകും, കമ്മ്യൂണിസ്റ്റുകാര്, ബിജെപിക്കാര്, അങ്ങനെ പല മേഖലകളിലുള്ള രാഷ്ട്രീയ പാർട്ടികളിലുള്ള വ്യക്തികളുമായിട്ട് ഞാൻ സംവദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു അടുത്ത കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അദ്ദേഹം വിദേശത്തേക്ക് പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ കുറേ നാള് സഖാവായി നടന്ന ശേഷം ഗതികെട്ട് അദ്ദേഹം വിദേശത്ത് പോയൊരു സഖാവാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. ഏം, അദ്ദേഹം ഒരു പ്രായത്തിൽ, ഒരു കാലഘട്ടത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് സഖാവാണ്, കമ്മ്യൂണിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നു. എന്നാൽ കൂടുതലായിട്ട് പഠിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് വിട്ടു പോരാനും സാധിക്കുന്നില്ല. എന്നാൽ ഈ പാർട്ടികളുടെ എല്ലാ പരിപാടികൾക്കും സമരങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ പോയി ഇങ്ങനെ പയ്യെ ഉന്തിത്തള്ളി നടക്കായിരുന്നു. കാരണം പാർട്ടി എന്ന ആ ഒരു കേഡർ പാർട്ടി സംവിധാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളത്. പിന്നീട് കൂടുതൽ പ്രായം വരികയും പക്വത വരികയും പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ ഇതൊരു പറ്റിക്കൽ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അതിൻ്റെതായ ഒരു പ്രാധാന്യം കേരളത്തിലുണ്ട്. എന്നിരുന്നാലും അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ പലപ്പോഴും അതിൽ വെള്ളം ചേർക്കുകയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലർ അതിനെ വളച്ചൊടിച്ച് ഉപയോഗിക്കുന്നതായിട്ടും അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ പല അഴിമതി കഥകളും അദ്ദേഹം എന്നോട് ഇങ്ങനെ സംസാരിക്കായിരുന്നു. പല നേതാക്കന്മാരും പണം വാങ്ങിയതും അവർ സമ്പന്നരായതും പല മേഖലകളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒപ്പം തന്നെ അദ്ദേഹം പറയുകയാണ്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കെട്ടുറപ്പ്, ഈ പാർട്ടി അണികൾക്ക് വളരെ ഭയത്തോട് കൂടിയാണ് താഴെ. കാരണം ഒരു സമരത്തിനോ മറ്റോ എത്തിപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടായാൽ ഒരു പക്ഷേ വളരെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ മേലെ തലത്തിൽ ഉള്ള പല നേതാക്കന്മാരും പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിൽക്കാതെ അവരുടേതായ ഇഷ്ടങ്ങളിൽ അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തുന്നു. ഒപ്പം തന്നെ മതപരമായിട്ടുള്ള പ്രീണനങ്ങളും നടത്തുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ സമുദായം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ തഴയപ്പെട്ടതായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം വടക്കു നിന്നുള്ളൊരു സമുദായത്തിനെ പ്രീണിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ അവർ സംഘടിതമായി വോട്ട് ചെയ്ത് തോൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഈ വടക്കുള്ള സമുദായത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി തൻ്റെ സ്വന്തം സമുദായത്തെ തഴയേണ്ടി വന്നു എന്നാണ് ഈ സഖാവ് എന്നോട് പറഞ്ഞത്. പാർട്ടിക്ക് വേണ്ടി വളരെയധികം പ്രവൃത്തികൾ ചെയ്ത ഒരു ഇതാണ്. അദ്ദേഹം തന്നെ എന്നോട് പറയുകയുണ്ടായി, പലതും നാം പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വേറൊരു ആവലാതി എന്ന് പറയുന്നത്, ശ്രീമാൻ മമ്മൂട്ടി കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്നു, എന്നാൽ അദ്ദേഹമാണ് ഈ കൈരളി ചാനൽ കൊണ്ടു നടക്കുന്നത്. അതിൻ്റെ ചെയർമാനായിട്ട് വർഷങ്ങളോളം കടിച്ചു തൂങ്ങിക്കെടുക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ പ്രവർത്തനം കൈരളി ചാനൽ മറ്റു ചാനൽ, ഇപ്പോൾ ഏഷ്യാനെറ്റോ മനോരമയോ അതല്ലെങ്കിൽ ഇപ്പോൾ അടുത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടർ 24 പോലെയുള്ള ചാനലുകളുടെ നിലവാരത്തിലേക്ക് ഉയർത്താതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ചാനലിനെ കൊണ്ടു നടക്കുന്നു എന്നാണ് ഈ സഖാവിൻ്റെ ഒരു അഭിപ്രായം. തന്നെയല്ല, ഇങ്ങനെയൊക്കെയാണെങ്കിലും മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ശ്രീമാൻ മമ്മൂട്ടിയോടൊരു വിധേയത്വവും അതോടൊപ്പം തന്നെ ഭയവുമാണ്. അതിൻ്റെ പേരിൽ ഇവർക്ക് ഇത്തരത്തിലുള്ള നേതാക്കന്മാർക്ക് ഇദ്ദേഹത്തോട് പറയാനായിട്ട് ഒന്ന് ഇറങ്ങിപ്പോകൂ എന്ന് പറയാനായിട്ട് പോലും മടിയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ശ്രീമാൻ മമ്മൂട്ടി ഇങ്ങനെ കൈരളി ചാനലും പാർട്ടിയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം സമുദായം, കുടുംബം, പിന്നെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയെ ഉപയോഗിക്കുന്നു. ഒപ്പം തന്നെ ശ്രീമാൻ പിണറായി വിജയൻ്റെ മരുമകൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി. ഞാൻ ഈ കൈരളി ചാനലിലെ ഒരു സഹോദരിയായിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പൊ കൈരളി ചാനലിൽ റിയാസിന്റെ ഫുൾ ഫിഗർ ഹാഫ് ഫിഗർ റിയാസ് മാത്രം
നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കൈരളിയിൽ. എന്നിരുന്നാലും ഒരു തൊഴിലെന്ന നിലയിൽ ഈ കൈരളി ചാനലിൽ മുന്നോട്ട് പോകുക അല്ലാതെ ആ സഹോദരിക്ക് വേറെ കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു തൊഴിൽ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടേറിയൊരു ഒരു ഇതാണ്. അപ്പൊ കൈരളി ചാനൽ ഒരു തൊഴിലാണ്. കിട്ടുന്ന പണം ശമ്പളമായിട്ട് കിട്ടുന്നത് നമ്മൾ കളയണ്ടല്ലോ, അതിന്റെ പേരിൽ ഇങ്ങനെ നിൽക്കുക എന്നുള്ള ഒരു ചിന്താഗതിയുമായിട്ടാണ് ഈ സഹോദരി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അഭിപ്രായമുള്ള വളരെ അധികം ജനങ്ങൾ കൈരളി ചാനലിനുള്ളിൽ തന്നെ ഉണ്ട്. പക്ഷെ അവർ പ്രതീക്ഷിക്കുന്നത് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളെങ്കിലും ശ്രീമാൻ മമ്മൂട്ടിയോട് ഇതിനെ നേരെ ചൊവ്വെ നടത്തിക്കൂടെ, എല്ലാ ജനകീയ വിഷയങ്ങളിലും എല്ലാ സമുദായങ്ങളുടെ വിഷയങ്ങളിലും പാവപ്പെട്ടവരുടെ വിഷയങ്ങളിലും ഒരുപോലെ പങ്കെടുത്തുകൂടെ എന്ന ഒരു അഭിപ്രായം ഉള്ള കുറേ സഖാക്കന്മാര് നമ്മുടെ നാട്ടിൽ ഇന്ന് നമുക്ക് കേരളത്തിലുടനീളം കാണാം. അപ്പോൾ ഇത്രയും ഒരു ശോചനീയമായ സാഹചര്യം എന്തുകൊണ്ടാണ് പാർട്ടി, അതായത് പാർട്ടി എന്ന് പറയുന്ന CPM പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു വ്യക്തിയുടെ നിലവാരത്തിലേക്ക് ഇറങ്ങുകയും അവരുടെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക.